അണ്ടി കയറി ഇടിച്ച. അപ്പോൾ ഞാൻ പുതിയൊരു ഡിവൈസ് നോക്കി. പുതിയൊരു ഡിവൈസൊക്കെ അവൻ പറഞ്ഞ് 2 എണ്ണം ഉണ്ട്. ഒന്ന് പോക്കോ 7000-നും പറഞ്ഞ്. എടാ ഞാൻ പറയട്ടെ, ഞാൻ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതാണ് ഇത്രയും നാളിട്ട് ഊമ്പിച്ചത്. അതുകൊണ്ട് അത് ചെക്ക് ചെയ്യട്ടെ. എടാ കുറേ പറയാനുണ്ടേ. എടാ ഇത് സ്ട്രീം ചെയ്യണം, നമ്മളെ FF സ്ട്രീം ചെയ്യണം. FF സ്ട്രീം ചെയ്താൽ ഞാൻ FF സ്ട്രീം ചെയ്തിട്ട് വന്നിട്ട് ഇതിക്ക് ഒരെണ്ണം കളിച്ചാലേ അങ്ങനെ ചെയ്യാല്ലേ? എനിക്ക് FF സ്ട്രീം ഇപ്പം സ്ട്രീം ഇട്ടാൽ വല്ലവനെ കാണൂ. അല്ലെ FF കൂടി ഇത് ഞങ്ങൾക്ക് പറയാല്ലേ? ഇനി അതിനു വേണ്ടി പ്രത്യേകിച്ച് സ്ട്രീം ഇടണോ? മാതിരി കാണുവാണേ കാണിട്ട് കുന്നാള്. അല്ല അത് വേണ്ട, FF തന്നെ ഇടാല്ലേ. ഈ FF ഇടണോൻ്റെ ഒരു നോക്കട്ടെ. എനിക്ക് ഒന്ന് നോക്കട്ടെ. FF ഇട്ടാന്ന് വെച്ചാലേ FF ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാ. ഇവന്മാരി കസ്റ്റം ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്, അത് സീനാക്കും. ഇതിട്ടാ കുണ്ണാൾ കണ്ടില്ലെങ്കിലേ പിന്നെ ഞാൻ അവിടെ ലൈവ് ചെയ്യുമ്പോഴേ ഗെയിം പ്ലേ ആയിരിക്കും. അപ്പം സീനാവും. അത് ഇതീ പറഞ്ഞാൽ മതിയാടാ, അല്ലെങ്കിൽ അതാണ് ഇങ്ങനെ ആലോചിക്കണം. ഇത് ഏതി പറഞ്ഞ എന്തായാലും കുറച്ച് പറയാനുണ്ടോ ചേട്ടാ, കുറച്ചധികം തന്നെ പറയാനുണ്ട്, കുറച്ചധികം തന്നെ. ഇത്രയും ദിവസം എന്നോട്ടാണ് പ്രശ്നം തുടങ്ങി നോക്കട്ടെ. എന്നോട്ടാണ് പ്രശ്നം തുടങ്ങി വെച്ചാൽ ഇതീ പറയാല്ലേ നമുക്കല്ലേ. ഇനി ഇതിന് പ്രത്യേകിച്ച് ഞാൻ പോകണം. എടാ ഇപ്പം ഞാൻ ലൈവ് സ്ട്രീം ചെയ്യണ ഫോണെന്ന് വെച്ചാൽ വിവോയാണ്. ഞാൻ അതാണ് പറയണത്. മുമ്പൊക്കെ ഞാൻ ലൈവ് സ്ട്രീം ചെയ്യണമെന്ന് വെച്ചാൽ മോട്ടറോള എന്ന് പറഞ്ഞൊരു ഫോണാണ്. ആ ഫോണിൻ്റെ മൈക്ക് പ്രശ്നം. അതാണ് ഇപ്പോൾ പറയാൻ ലൈവ് ഇട്ട് വന്നേക്കണം. ന്യൂ ഡിവൈസ് എന്ന് പറഞ്ഞു വന്നേക്കണം. ഇന്ന് മുതൽ സ്ട്രീമിങ് വിവോയിലാണ്. പക്ഷേ ഇത് കാലപ്പഴക്കമുള്ള ഫോണാണ്. ഇതിൻ്റെ അകത്ത് CPM ഒന്നും കയറൂല. അതൊക്കെ കുറേ പറയാനുണ്ടോ. എൻ്റെ ഫോണെത്തി സീനായി. ഫോണല്ല, ഫോണിൻ്റെ മൈക്ക് അതെന്തിനാ ചെറിയൊരു ബഗ് വന്ന് മൊത്തത്തി എന്നെ അങ്ങ് എടുത്ത് ഞാൻ ഇതിൻ്റെ പിന്നാലെ ഓടി. അവസാനം കടയിൽ കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞ് ഇതെന്താ അകത്ത് സീനായതാണ് എന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമേ ഉള്ളു. മനസ്സിലായില്ലേ? ചെറിയ എന്തെങ്കിലും പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അവനറിഞ്ഞുകൂടാ. അല്ലെ നമ്മൾ കൊണ്ടുപോയി അവൻ പറഞ്ഞ് റീസെറ്റ് അടിക്കേണ്ടി വരും. റീസെറ്റ് അടിച്ചുള്ള സീനെന്ന് വെച്ചാൽ ഒരു എൻ്റെ ഫോൺ റീസെറ്റ് അടിച്ചിട്ട് അക്കൗണ്ടെല്ലാം തിരിച്ചെടുക്കാൻ പെട്ട പാട് എനിക്കറിയാം. പക്ഷേ ഫോണൊന്നും ശരിയായി. റീസെറ്റ് അടിച്ചാൽ മതി, പക്ഷെ അങ്ങനെ പറ്റൂളാ ചാറ്റെ. സീരിയസ്ലി ബ്രോ, ഞാൻ റീസെറ്റും കുണ്ണയൊന്നും ഇനി അടിക്കൂല. അപ്പോൾ ഞാൻ പുതിയൊരു ഡിവൈസ് നോക്കി. പുതിയൊരു ഡിവൈസൊക്കെ അവൻ പറഞ്ഞ് 2 എണ്ണം ഉണ്ട്. ഒന്ന് പോക്കോ ഏത് X7 ഏതായിട്ടൊന്നും പറഞ്ഞായിരുന്നില്ല. പോക്കോരെ ഒരെണ്ണം 7000-നും പറഞ്ഞ്. പിന്നെ വിവോ സെക്കൻഡ് ഹാൻഡ് എന്ന് വെച്ചാൽ 2 വർഷം പഴക്കമുള്ള ഒരു 3500 അവൻ പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് വിവോ പൈസ അങ്ങനെ എടുത്ത് കളയായില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ വേറൊരു ഫോണും കാണിച്ച്, സെക്കൻഡ് ഹാൻഡ് വേറൊരു ഫോണും കാണിച്ച്. എൻ്റെ അവൻ്റെ അടുത്ത് ചോദിച്ച് ഇതിലേതാണ് നല്ലത് നീ പറയുമെന്ന് പറഞ്ഞു. വിവോയാണോ ഇപ്പം നീ കാണിച്ച സെക്കൻഡ് ഹാൻഡ് ഫോണാണെന്ന് പറഞ്ഞു. പോക്കോ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല. 7 രൂപ കളയില്ല. 3500-3800 റേഞ്ച് തന്നെ. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു. അവൻ പറഞ്ഞ് ഇല്ലടാ വിവോ ആണ് നല്ലത്. വിവോ ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അവൻ ഒത്തിരി ഡീസൻ്റാണ്. സീരിയസ്ലി ബ്രോ, ഞാൻ കടയിൽ ചെന്നിട്ട് സംസാരിച്ചപ്പോൾ അവൻ ഡീസൻ്റ് ആയിരുന്നു. ഒത്തിരി മാന്യമായിട്ട് സംസാരിച്ച്. ചില കുണ്ണാളുണ്ട് കടയിൽ ചെല്ലുമ്പോൾ അവൻ്റെ അണ്ടി കയറി ഇടിച്ച പോലെയൊക്കെ ചില കുണ്ണ വർത്താനം പറഞ്ഞു ചിലവന്മാരുണ്ട്. പക്ഷേ അവൻ ഡീസൻ്റ് സംസാരിച്ചു. പക്ഷേ ഒരവരായിത്തരം കാണിച്ച്. കാരണം വെച്ചാൽ അതിനി എന്താണെന്തോ കാണിച്ചാൽ ഇവൻ പറഞ്ഞ് 4 GB റാമാണ്. ഈ ഫോൺ 3 GB റാമേ ഉള്ളൂ. പക്ഷേ 64 GB സ്റ്റോറേജൊക്കെ ഉണ്ട്. അത് വലിയ ഇത്ര ഇതായിട്ടും തോന്നിയില്ല. മനസ്സിലാവാൻ അത്യാവശ്യം മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ലൊരു പെരുമാറ്റമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഗെയിമൊക്കെ കയറ്റണം. എൻ്റെ പൊന്നോ, ഞാൻ ഫ്രീ ഫയർ കയറ്റിയിട്ട് ഞാൻ പെടാപ്പാട് വിട്ടുപോയി. ഇതിൻ്റെ അകത്ത് ഫ്രീ ഫയർ കയറ്റി എൻ്റെ കസ്റ്റമായിട്ട് ഫുള്ളൊന്നല്ല, ഈ ഫോണിൻ്റെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു ഇത്തിരി വലിപ്പക്കുറവ്, അതിൻ്റെ ഇതൊക്കെ കാരണം എനിക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് ചേഞ്ച് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഫ്രീ ഫയറിൽ ഇനി റീജിയൻ റാങ്ക് പക്ഷേ പ്രോപ്പറായിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ കളിക്കുമ്പോൾ ഉണ്ടല്ല ഗെയിം പ്ലേ ആയിരിക്കും. തുടക്കം കുറച്ച് ഒരു 5-6 ദിവസത്തേക്ക് ഗെയിം പ്ലേ ആയിരിക്കും. ഭാഗ്യത്തിനാണ് ഞാൻ മോട്ടറോളയിൽ ഫ്രീ ഫയർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാത്ത. മടി എന്നെ ഒരു വിധത്തിൽ രക്ഷിച്ച്. മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ഫയർ പ്രാക്ടീസ് മറ്റേ മോട്ടറോളയിൽ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മൈക്രോസ്റ്റം വന്ന് ഇപ്പം ഈ വിവോയിൽ വന്നില്ലേ, എൻ്റെ വിവോയിൽ കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വലിക്കും, നല്ല സീനാവും. മനസ്സിലായില്ലേ? അപ്പോൾ പറ്റൂല. അപ്പോൾ ഇന്നോട്ട് പ്രാക്ടീസും പ്രോപ്പറായിട്ട് തുടങ്ങി. തുടക്കമൊക്കെ ഗെയിം പ്ലേ ആയിരിക്കും. ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ഇനി റീജിയൻ റാങ്ക് ഉഷായിരിക്കും. മനസ്സിലായി? കാരണം മൈക്ക് കുറേ ദിവസം ഏകദേശം എത്ര ഡിസ്കോഡിൽ തുടങ്ങിയ പ്രശ്നമാണ്. ഞാൻ ആദ്യം വിചാരിച്ച ഡിസ്കോഡിൻ്റെ പ്രശ്നം എന്നാണ്. ഡിസ്കോഡിൽ തുടങ്ങി പിന്നെ ഗ്ലിപ്പിൽ നിന്ന് പിന്നെ
മൊത്തം ഫോണിന് തന്നെ മൈക്ക് പ്രശ്നം. ഈ മൈക്ക് മെയിൻ പ്രശ്നം തരുന്നത് വെച്ചാൽ യൂട്യൂബിനുള്ള വീഡിയോ കാണുമ്പോഴേ ഒരു കുഴപ്പമില്ല. ഗെയിം കളിക്കുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ഇട്ട് കളിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരുത്തനെ ടീമേറ്റിനെ വിളിച്ച് കയറ്റി എടാ കുണ്ണേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണെങ്കിലും അപ്പോഴാണ് നല്ല രീതിയിൽ പ്രശ്നമാവണം. ഒട്ടും കേൾക്കത്തില്ല സൗണ്ട്. പിന്നെ അവൾ ടി വിയിൽ കൂട്ടിയും കുറച്ചും കളിക്കൂലേ, അതേപോലെ പെട്ടെന്ന് ഒന്നി വരും സൗണ്ട്, എന്നിട്ട് 90 കയറി പോകും. അതാണ് പ്രശ്നം. അതാണ് ഒരു പ്രോപ്പർ ഇതില്ല. അതാണ് സീനടാ, അതാണ് സീൻ. അതെനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ കുറേ നോക്കി ഒട്ടും പറ്റിയില്ല. അങ്ങനെയാണ് ഇതെടുത്ത. ഈ ഫോണിൽ CPM 1 കയറൂല, CPM 2 കയറൂല. മെയിനായിട്ടുള്ള ഒരുവിധ ഗെയിം ഒന്നും കയറില്ല. ഭാഗ്യത്തിനാണ് ഫ്രീ ഫയർ കയറിയ. പിന്നെ ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ഫുട്ബോൾ എന്ന് വെച്ചാൽ കളിക്കാം, ഈ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ? മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് മറ്റേടത്ത ഗെയിമിൻ്റെ പ്രശ്നം. അത് ഞാൻ മെനക്കെട്ടിട്ടുണ്ട്. ഈ ഒരു ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലൈവ് ഏതോളം ഇട്ടിട്ടുണ്ട്. ഞാൻ മോട്ടോറോളെ തന്നെ അക്കൗണ്ട് ഈ തിരിച്ചെടുക്കാൻ പെട്ട പാട് എനിക്കറിയാം. ഞാൻ കുറേ നോക്കി, പറ്റൂല. ഇത് ഭയങ്കര പാടാണ്. ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഒരു ഫോണിൽ തിരിച്ചൊക്കെ എടുക്കാന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ പാടാണ്. മോട്ടോറോളെ അക്കൗണ്ട് കിടപ്പുണ്ട്, അത് ഞാൻ കളിക്കുകയും ചെയ്യും. CPM അതുപോലെ തന്നെ. മോട്ടോറോളെ ഞാൻ കളിക്കും, ലൈവ് കളിക്കത്തില്ലെന്നേ ഉള്ളൂ. എടാ ഈ ഗെയിം ഈ ലൈവ് നല്ല ഇനി മുതലുള്ള ഈ ചാനലിലുള്ള ലൈവ് കളിക്കുന്ന കുറേ ഗെയിം എടുത്ത് വെച്ചിട്ടുണ്ട്.